ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു കരാട്ട മാസ്റ്ററാണ്. ഇന്ന് UK വന്ന് ഇവിടെ കരാട്ട രംഗത്ത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ ജോൺസൺ. ഹായ്, നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. സാധാരണക്കാർക്കൊക്കെ കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കൊക്കെ കരാട്ട പഠിക്കാം, ഏതൊക്കെ ലെവലിൽ എത്താൻ പറ്റും, എത്ര നാളുകൊണ്ട് ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏത് പൊസിഷനിലാണ് ജോൺസൺ ഉള്ളത്? ഞാനിപ്പോൾ 7th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ്. കരാട്ടയിൽ 10th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് വരെയാണ് ഉള്ളത്. അതിനകത്ത് ഞാനിപ്പോൾ 7th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഞാൻ ഏകദേശം ഇപ്പോൾ 37 ഇയേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇൻസ്ട്രക്ടറായിട്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ UK ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന് 2023 വന്നത്. അപ്പോൾ ഇവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 സെൻറ്റേഴ്സ് ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ എല്ലാ സ്റ്റുഡൻസും തന്നെ കുട്ടികളാണ്, കൂടുതലും കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ പഠിക്കാവൂ എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ ഉണ്ട്. അത് പലർക്കും ഒരു ധാരണയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കൊക്കെ ഈ കരാട്ട പഠിക്കാനായിട്ട് ഇത് ശരിക്കും അഡൾട്ട്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക, കുട്ടികളെക്കാളും കൂടുതൽ. പക്ഷേ ആ അഡൾട്ട്സിനെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു മിസ്കൺസെപ്ഷൻ മാറ്റണം. അതായത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു ആശയം കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഈ എക്സ്പീരിയൻസിൽ വന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ചാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് മുൻപന്തിൽ വന്നു കഴിഞ്ഞെങ്കിൽ അവരുടെ ട്രെയിനിങ് അനുസരിച്ച് നമുക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും മറ്റുള്ള അഡൾട്ട്സിന് വേണ്ടിയിട്ട് തന്നെ. ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഡിഗ്രി ലെവലിൽ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അതിന് ഏതൊക്കെ ലെവലിൽ എത്ര വർഷം കൊണ്ടൊക്കെ എത്താൻ പറ്റും? ആ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 3 തൊട്ട് 4 മാസത്തിനുള്ളിലാണ് ഫസ്റ്റ് ബെൽറ്റ് നമ്മൾ കൊടുക്കുക. സാധാരണ ആദ്യം കയറുമ്പോൾ നമ്മൾ വൈറ്റ് ബെൽറ്റ് ആയിരിക്കും. ഒരു 3 to 4 മന്ത്സിൻ്റെ ട്രെയിനിങ്ങിനുള്ളിൽ അവർക്ക് യെല്ലോ ബെൽറ്റ് കിട്ടും. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ബെൽറ്റ് ആവുന്നതിന് മുമ്പ് 8 ബെൽറ്റുകളാണ് ഉള്ളത്. അങ്ങനെ അപ്പോൾ ഒരു 4 months to 6 months ടൈമാണ് മിനിമം ഒരു ടൈം ഒരു ബെൽറ്റിൻ്റെ. അതിനുള്ളിൽ നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. ആ സിലബസ് പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്ന ഒരാൾക്കാണ് അടുത്തൊരു ഗ്രേഡിലേക്ക് പോകാൻ പറ്റുക. അങ്ങനെ 8 ഗ്രേഡുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ബ്ലാക്ക് ബെൽറ്റ് വരിക. അപ്പോൾ സാധാരണ ചില എക്സലൻ്റ് ആയിട്ടൊരു കുട്ടികൾക്ക് ഒരു 4 ഇയേഴ്സിനുള്ളിൽ ബ്ലാക്ക് ബെൽറ്റ് സാധാരണ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് 6 ഇയേഴ്സ് ആവണവരുണ്ട്, 8 ഇയേഴ്സും ആവണവരുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഈ 6 months അല്ലെങ്കിൽ 4 months ബെൽറ്റ് എക്സാം എടുക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് എടുക്കണനുസരിച്ച് അവർക്ക് അച്ചീവ്മെൻറ്റ്, അതായത് ബ്ലാക്ക് ബെൽറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് ഒരു എൻഡ് അല്ല, അതൊരു ബിഗിനിങ് ആണ്. ഞങ്ങൾ പറയും ബ്ലാക്ക് ബെൽറ്റ് ഈസ് ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയും. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് പോലെയാണ്. അപ്പോൾ ഈ കാർ ലൈസൻസ് കിട്ടിയിട്ട് ഓടിക്കാണ്ടിരുന്നിട്ട് പറയുമല്ലോ. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു കൺസെപ്ഷൻ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ല, ബ്ലാക്ക് ബെൽറ്റ് ബിഗിനിങ് ആണ്, ബിഗിനിങ് ഓഫ് എന്താ പറയുക റിയൽ ലൈഫ് കരാട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊസിഷൻ എന്തൊക്കെയാണ്? അത് പിന്നെ ഈ ബ്ലാക്ക് ബെൽറ്റിന്റെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡിഗ്രി സാധാരണ കൊടുക്കുന്നത് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ബ്ലാക്ക് ബെൽറ്റ് റിയൽ ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുകയുള്ളൂ. അതിന് മുമ്പുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മൾ പറയും ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയും, ജൂനിയർ ഷോഡാൻ എന്ന് പറയും. ആ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയാലും ആ കുട്ടി അതിപ്പോൾ 8 വയസ്സായാലും 10 വയസ്സായാലും 12 വയസ്സായാലും കിട്ടിയവർക്ക് 15 വയസ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു ഇൻഫോർമേഷൻ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള അഡൾട്ട്സിനോടൊപ്പം തത്തുല്യമായിട്ടുള്ള ഗ്രേഡ് കിട്ടാനായിട്ടുള്ള ഒരു ഗ്രേഡ് ഉണ്ട്. അതിന് ശേഷമാണ് ഓരോ ഗ്രേഡുകളും കൂടുന്നത്. ഈ ബ്ലാക്ക് ബെൽറ്റിന് ശേഷം വീണ്ടും 10 ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് സെക്കൻഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കേണ്ടത് ട്രഡീഷണൽ ആയിട്ട്. സെക്കൻഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റിന് ശേഷം ആ ഡേറ്റ് മുതൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് 3rd ഡിഗ്രി കൊടുക്കുന്നത്. അതേപോലെ ഓരോ ഡിഗ്രിക്കും ഏത് ഡിഗ്രിയാണോ അത്രമാത്രം വർഷങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഓരോ ഡിഗ്രിയും വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ 7th ഡിഗ്രിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര വർഷം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവണം എൻ്റെ ട്രെയിനിങ്ങിന്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടാലും ഒരു ട്രഡീഷണൽ ഒക്കിനാവൻ കരാട്ടയിൽ ഇങ്ങനെയാണ്, ഈ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള ഈ സ്പോർട്സ് കരാട്ടെ എല്ലാം ഉണ്ട്. സ്പോർട്സ് കരാട്ടെ ട്രഡീഷണൽ കരാട്ടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുട്ടികളെല്ലാം ട്രെയിൻ ചെയ്യുന്നത് സ്പോർട്സ് കരാട്ടയിലാണ്. ട്രഡീഷണൽ കരാട്ടയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അഡൾട്ട്സിനെയും ഒപ്പം സീരിയസ് ആയിട്ട് കരാട്ടേനെ പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ട്രഡീഷണൽ കരാട്ടെ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഒപ്പം ഞാൻ കുബൂഡോയും പഠിപ്പിക്കുന്നുണ്ട്. കുബൂഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരാട്ടയുടെ മറ്റൊരു ഭാഗമാണത്. കരാട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കുബൂഡോ ലെഫ്റ്റ് ഹാൻഡ്. കുബൂഡോ എന്ന് വെച്ചാൽ വെപ്പൺസ് ആണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ രണ്ടിലും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ട് എത്ര കാലമായി? ഞാൻ 2023 UK വന്നതിന് ശേഷം ഏകദേശം ഒരു 6 മാസം എടുത്തു എനിക്ക് കരാട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. കാരണം ഇവിടുത്തെ നിയമങ്ങളെല്ലാം പല ഇതുണ്ട്. ഏകദേശം ഒരു 9 സർട്ടിഫിക്കറ്റുകൾ വേണമായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം ആരും ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തരാനൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എനിക്കറിയാവുന്ന കാരണം കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ എത്രയോ ആൾക്കാരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളെ സിസ്റ്റം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കരാട്ട പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് അവർക്ക് ക്ലാസ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ നമ്മൾ ചെസ്റ്റർ ഫീൽഡിലുണ്ട്, മാൻസ് ഫീൽഡിലുണ്ട്, സട്ടണിലുണ്ട്. ഇപ്പോൾ 3 ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എൻ്റെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൾട്ട്സിൻ്റെ ക്ലാസ് കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ അത് കുട്ടികളിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് എല്ലായിടത്തും ആരംഭിച്ചത്.
ഒരു 6 months ആയിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം ഫ്യൂച്ചറിൽ വരേണ്ട സമയത്ത് ഇതെല്ലാം പല പാരൻസും വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൂടി ചേരാൻ പറ്റുമോ, ക്ലാസ് ചെയ്യാൻ പറ്റുമോ. പക്ഷെ അവരുടെയും കൂടിയും ഈ ടൈം ഉണ്ടല്ലോ, ജോലിയുടെ പ്രശ്നങ്ങൾ അതൊക്കെ അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫ്യൂച്ചറായിട്ട് ഉടൻ തന്നെ നമ്മൾ അഡൾട്ട്സിന് ക്ലാസ്സുകൾ ആരംഭിക്കും. ഇപ്പോൾ സാധാരണ കരാട്ടയൊക്കെ പഠിക്കാൻ നമ്മൾ പോകുമ്പോൾ ഇത്രയും ഹൈ ലെവലിലുള്ള ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് തന്നെ കരാട്ട പഠിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ജോൺസനെ സംബന്ധിച്ചിടത്തോളം UK-ലെത്തി അതിനുശേഷം കരാട്ട പഠിപ്പിക്കുന്നതിന് വേണ്ടി താൻ പഠിച്ച ആ മേഖലയെല്ലാം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ UK-യിലെ മറ്റു പ്രദേശങ്ങളിലും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. കാരണം അവർ നമ്മൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ദിവസം നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റഡ് ആൾക്കാരെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം അവിടെ പോയി ക്ലാസ് എടുക്കാവുന്ന കേസേ ഉള്ളൂ. അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്. ഇപ്പോൾ UK-യിൽ എവിടെയാണെങ്കിലും ജോൺസൺ അവിടെ എത്തി ക്ലാസ് എടുക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് ഈ ഒരു 7th ഡിഗ്രി ഇത്രയും ഹയർ ലെവലിലുള്ള ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു എക്സ്പേർട്ട് കരാട്ട മാസ്റ്ററിൽ നിന്നും കരാട്ട പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഇനിയിപ്പോൾ ഓൾറെഡി ചെസ്റ്റർഫീൽഡിലും ഈ പരിസരങ്ങളിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വന്ന് കരാട്ട പഠിക്കുകയും ചെയ്യാം. ചെസ്റ്റർഫീൽഡ്, മാൻസ്ഫീൽഡ്, സട്ടൺ, ആഷ്ഫീൽഡ്, സട്ടൺ അവിടെയൊക്കെ വരാം, പഠിക്കാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ ആർക്കും കരാട്ട പഠിക്കാൻ പറ്റുമെന്നുള്ള തെളിവാണ് ഇപ്പോൾ വൈഫ് കരാട്ടയിലൊരു വിവാഹത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യനെ കരാട്ട പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ ആദ്യമെല്ലാം മടിയായിരുന്നെങ്കിലും കുറച്ച് എൻ്റെ കൂടെയൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ആൾക്ക് തോന്നി തുടങ്ങി ഓക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു ഇത്. അതിന് തന്നെ ഒത്തിരി വർഷങ്ങളെടുത്തു. പിന്നെ ആള് നഴ്സാണെങ്കിൽ പോലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല കരാട്ടെ ആയതുകൊണ്ടും ഒപ്പം തന്നെ നമ്മൾ ഫിസിക്കൽ ഒരു ഫിറ്റ്നസ്സും ഇതിനൊന്നും വളരെ അധികമായിട്ട് കിട്ടുന്നതുകൊണ്ടും ഈ നഴ്സിംഗ് മേഖല വിട്ടിട്ട് ഫുൾ ടൈം കരാട്ടെ ആയ ഒരാളാണ്. അത് UK-യിലല്ല, ഇന്ത്യയിൽ വെച്ച്. അതിനുശേഷമാണ് ഇപ്പോൾ UK-യിൽ വന്നത്. അപ്പോൾ UK-യിൽ ഇപ്പോൾ ഇതിനകത്ത് ഫുൾ ടൈം ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ആർക്കും കരാട്ടെ പഠിക്കാം, ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ. അതെ, എൻ്റെ ഭാര്യ ഇപ്പോൾ 4th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ്. അത് ജപ്പാനീസ് ഒക്കിനാവൻ മാസ്റ്റേഴ്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ കരാട്ടയുടെ അസോസിയേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബ്ലാക്ക് ബെൽറ്റ് വരുന്നത് ജപ്പാനിൽ നിന്നാണ്. ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ജപ്പാൻ മാഷന്മാർ, ഞങ്ങളെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളാണ് വരുന്നത്. ഈ ബ്ലാക്ക് ബെൽറ്റുകൾക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് അസോസിയേഷനാണ്, സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ ജോൺസന്റെ പൊസിഷൻ എന്താണ് ശരിക്കും? ഏത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത്? ഇപ്പോൾ സാധാരണ എല്ലാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകളെ എല്ലാവരും സെംപായി അല്ലെങ്കിൽ സെൻസായി എന്ന് വിളിക്കും. സെൻസായി എന്ന് വെച്ചാൽ ടീച്ചർ എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ടൈറ്റിൽ ഞാൻ 7th ഡിഗ്രി ആയ കാരണം കൊണ്ട് എല്ലാവരും വിളിക്കേണ്ടത് അല്ലെങ്കിൽ വിളിക്കുന്നത് ക്യോഷി എന്നാണ്. നമ്മൾ പ്രൊഫസർ എന്നോ അല്ലെങ്കിൽ ഡോക്ടറോ എന്നോ വിളിക്കുന്ന പോലെ കരാട്ടയിലൊരു ടൈറ്റിലാണ് ക്യോഷി. അപ്പോൾ ക്യോഷി ജോൺസൺ KP. അപ്പോൾ ക്യോഷി എന്നാണ് എൻ്റെ ടൈറ്റിൽ. പിന്നെ അടുത്ത ഡിഗ്രി വരുന്ന സമയത്ത്, അടുത്ത ഡിഗ്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 7th ആണ്. 7th ഡിഗ്രിയും 8th ഡിഗ്രിയും ക്യോഷി എന്ന് പറയും. 9th ഡിഗ്രിയും 10th ഡിഗ്രിയും ഹാൻഷി എന്ന് പറയും. അതാണ് അവരുടെ ടൈറ്റിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കരാട്ട നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും പല പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ? ഈ സെൽഫ് ഡിഫെൻസ് ആണ് ഏതൊരു മാർഷൽ ആർട്സിലും. മാർഷൽ ആർട്ട് എന്ന് പറയുന്ന സമയത്ത് ഒത്തിരി കലകളുണ്ട്. കരാട്ടെ, കുംഫു, ജൂഡോ, തൈക്വാണ്ടോ, ഇതെല്ലാം മാർഷൽ ആർട്സ് ആണ്. പക്ഷേ മെയിനായിട്ട് ഇത് ഒക്കിനാവൻ ട്രഡീഷണൽ മാർഷൽ ആർട്ടായിട്ടുള്ള കരാട്ടെ അത് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ സെൽഫ് ഡിഫെൻസ് തന്നെയാണ് മെയിൻ. അതിനപ്പുറം ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു എക്സസൈസിങ്ങും ഒപ്പം തന്നെ ഒരു ബോഡി വർക്കൗട്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ കരാട്ടെ പഠിച്ചുകൊണ്ട് ഒത്തിരി വേറെ ഗുണങ്ങൾ, ഫിസിക്കലായിട്ടുള്ള ഗുണങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ഈ മുട്ടുവേദന ഏറ്റവും കൂടുതൽ സാധാരണ ഒരു 35 അല്ലെങ്കിൽ 40 ഇയേഴ്സ് കഴിഞ്ഞാൽ സാധാരണ വരുന്നതാണ് മുട്ടുവേദന, നടുവേദന, പലതരത്തിലുള്ള ഷോൾഡർ പെയിൻ, ഇതെല്ലാം. പക്ഷേ ഇത് വന്ന് നമ്മൾ ഈ ആളെ മനസ്സിലാക്കി ഇയാൾക്ക് വേണ്ട രീതിയിലേക്ക് നമ്മൾ ആ ക്ലാസ്സിനെ പരിമിതപ്പെടുത്തി അല്ലെങ്കിൽ അതിനകത്തേക്ക് ചിട്ടപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഈ ഇത് അഭ്യസിക്കാവുന്നേ ഉള്ളൂ. ഇതിന് എത്ര പ്രായം കഴിഞ്ഞാലും അഭ്യസിക്കാവുന്നേ ഉള്ളൂ. കൂടുതലും എനിക്ക് അറിയാവുന്ന കുറേ പാരൻസ് എൻ്റെ അടുത്ത് വന്നത് അവരുടെ ഈ സ്റ്റിഫ് നെക്ക് ഉള്ളവർക്ക്, ബാക്ക് പെയിൻ ഉള്ളവർ വന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കുറച്ച് നാളത്തെ ഏകദേശം ഒരു 6 to 9 months എനിക്ക് ആ ആളുടെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റിഫ്നെസ് മാറ്റി എന്താ പറയുക, വളരെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ മാറ്റാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് പോലും അറിയില്ലായിരുന്നു അവർക്ക് കരാട്ടെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അത് നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് അവർക്ക് അതിനോട് കോപ്പപ്പ് ചെയ്യാനും പറ്റി. ഒപ്പം തന്നെ നല്ലൊരു ലൈഫ് അവർ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ ആക്റ്റീവായിട്ട് കുട്ടികളെക്കാൾ കൂടുതൽ അവർ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നൊരു മേഖലയാണ് ഇപ്പോൾ കരാട്ടെ. പ്രത്യേകിച്ച് മൈസൂർ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, സീനിയേഴ്സ് ഗ്രൂപ്പ്. അവർ എപ്പോഴും എന്നെ വിളിക്കുന്നത്, എന്നെ മിസ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിൽ ക്ലാസ് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺലൈനിലും ക്ലാസ് എടുക്കാറുണ്ട് അവർക്ക്.
അതുപോലെ തന്നെ ഇപ്പോൾ യു കെനെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കൂടിയ രാജ്യമാണ്. പലപ്പോഴും എക്സർസൈസിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് അവർക്ക് സമയവും കിട്ടാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ കരാട്ടയുടെ പ്രാധാന്യം ഇതുപോലെ എക്സർസൈസിന്റെ പ്രാധാന്യവും വളരെ അധികമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും മുട്ടുവേദനയൊക്കെ പോലുള്ള അസുഖങ്ങൾ പലർക്കും വരുന്നു. അപ്പോൾ ആ സമയത്ത് കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് വരും. നമ്മളുടെ ഈ കരാട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അജിലിറ്റി ഫോംഡ് ആണ്. അതായത് നമ്മുടെ ഇത്രയും കൂടുതൽ മൂവ്മെന്റുകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ മൂവ്മെന്റുകളുടെ പ്രത്യേകത തന്നെ ഈ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ബോഡി പെയിൻ ഇതെല്ലാം റിലീവ് ചെയ്യുന്ന ഒരു മേഖലയാണ് കരാട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മറ്റുള്ള നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മളെ ഇതിനകത്ത് ഈ ബോഡി പെയിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ നീ പെയിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹിപ്പ് പെയിൻ അല്ലെങ്കിൽ എന്താ നെക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ ജിമ്മിൽ പോയാൽ വലിയ ഇതില്ല. പക്ഷേ ഞങ്ങളെ കരാട്ടയിൽ അതിനകത്തുള്ള എക്സർസൈസുകൾ, അതിനു വേണ്ടിയുള്ള എക്സർസൈസുകളും അതിനു വേണ്ടിയുള്ള മൂവ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ഇനബിലിറ്റി ഉള്ളവർക്ക് വരെ ഈ കരാട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ഏജ് ഒരു ലിമിറ്റേഷനേ അല്ല. ഡെഫിനറ്റായിട്ടും ഇത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് ബോഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ഹെൽപ്പ് ചെയ്യാമല്ലോ അല്ലേ? അതെ അതെ, ഈ നമ്പറിൽ വിളിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതിനുള്ള വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരാട്ടെ ക്ലാസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കരാട്ടെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ ഹെൽപ്പും നൽകും. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും തയ്യാറായിട്ടുള്ള വ്യക്തി കൂടിയാണ് ജോൺസൺ. ഇപ്പോൾ യു കെയിൽ വൈഫ് വന്നതിന് ശേഷം ഇപ്പോൾ യു കെയിലോട്ട് റീലൊക്കേറ്റ് ചെയ്തു. അതിന് മുൻപ് നാട്ടിൽ ആക്റ്റീവായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ക്ലാസ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകൾ കൂടുതലും മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ കേരളത്തിലുണ്ട്, തമിഴ്നാടുണ്ട്, ഒപ്പം ശ്രീലങ്കയിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും മാസ്റ്റേഴ്സിന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഇനി നിങ്ങൾക്ക് കരാട്ടെ ക്ലാസ്സുകളൊന്നുമില്ല, പുതിയതായിട്ട് ക്ലാസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ നിയമങ്ങളെല്ലാം അറിയാവുന്ന പോലെ പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളെ. ഒപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയ ജോൺസന് പ്രത്യേകം നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.